ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിൽ ഞാൻ ഒത്തിരി പ്ലാനിങ് ഒക്കെ ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഒന്നും നടക്കാതിരിക്കുന്നതാണ് ചാൻസ്. ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് സുബിഷേൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ നേരത്തെ ഒരു ദിവസത്തെ നൈറ്റിൻ്റെ ലീവ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റിന് ലീവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇരുന്നത്. പക്ഷേ ഉച്ചയൊക്കെ ആയപ്പം വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നൈറ്റ് ഡ്യൂട്ടിക്ക് വരണം, ആളില്ല എന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ എന്തായാലും ഉറങ്ങി എണീറ്റിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഇതേ ഒരു പായസമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സുബിഷേനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രെഡ് പുഡിംഗ് ഉണ്ട്, അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ പായസമാണ് ആ സ്റ്റീൽ പാത്രത്തിൽ ഇരിക്കുന്നത്. മറ്റേ പാത്രത്തിൽ ഷുഗർ ക്യാരമൽ ചെയ്യാൻ വെച്ചേക്കുവാണ്. അതിന് പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഓഫാക്കിയിട്ട് ക്യാരമൽ റെഡിയാക്കിയതിന് ശേഷം അതിനകത്തോട്ട് ചീനിച്ചട്ടി വെച്ച് നെയ്ക്കകത്ത് കിസ്മിസും അണ്ടിപ്പരിപ്പും വറക്കെടുക്കാനാണ് പ്ലാന്. അങ്ങനെ ഇതേ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ക്യാരമൽ ചെയ്ത് കേക്ക് ടിന്നിനകത്തോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്തെടുത്തെങ്കിലും പായസത്തിനകത്തോട്ട് ഒഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പായസം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആച്ചിയുടെ പായസം മിക്സ് ആയിരുന്നു എടുത്തിട്ടുള്ളത്. പാല് കാച്ചിയപ്പോൾ തന്നെ അത് ഇട്ടപ്പോഴത്തേക്കും അത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ബ്രെഡ് പുഡിങ്ങിന് വേണ്ടിയുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൽ 6 ബ്രെഡും 3 മുട്ടയും വെച്ചിട്ടാണ് ഞാൻ ആക്കിയത്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ബ്രെഡ് പുഡിങ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഷോർട്സിൻ്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുത്തേക്കാം. കണ്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ മുട്ടയൊക്കെ പൊട്ടി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വാനില എസൻസ് ഇല്ലാത്ത കാര്യമേ. വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയോ മിസ്സായതാണ് ആ ബോട്ടിൽ. ഞാനിവിടെ സ്ഥിരം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സാധനമായിരുന്നു കേട്ടോ. സുബിഷേൻ്റെ വാനില എസൻസ് വാങ്ങിക്കാൻ പോയ സമയത്തിലേക്ക് ഞാൻ കുറച്ച് പായസം എടുത്ത് ചൂടോടെ വെക്കുന്നുണ്ട്. സുബിഷേൻ്റെ ചൂട് പായസം കേട്ടോ ഇഷ്ടം. ആ സമയത്തിന് ഞാൻ പിന്നെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. വാനില എസൻസ് ഒരു 2 അടപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര ഇടാൻ മറന്നുപോയി. രണ്ടാമതാണ് പഞ്ചസാര ഇട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തു. പിന്നെ ഈ ബാറ്റർ നമ്മുടെ ഈ കാരമൽ ചെയ്ത് ഇതിനകത്തോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലിത്തട്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ടൊരു അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കാര്യം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ആമസോണിലാണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 5 മണി വരെ ആമസോണിൽ നിന്ന് വിളിയൊന്നും കാണാത്തതുകൊണ്ട് ഇന്ന് ഇതും കിട്ടത്തില്ലെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ. എന്തായാലും 6 മണി ആയപ്പോഴത്തേക്കിന് ഡെലിവറി ബോയ് വിളിച്ചതിപ്പം സമാധാനമായി, സന്തോഷമായി. എന്തായാലും അത് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ എ സക്സസ് ആയില്ലെങ്കിലും പ്ലാൻ ബി പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബ്രെഡ് പുഡിങ്ങിലും ഒരു പായസത്തിലും ഒക്കെ റെഡിയാക്കി ഞങ്ങളൊരു ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സുമായിട്ട് കാണാവേ.